നമസ്കാരം, എല്ലാവർക്കും രാഹുൽസ് കെമിസ്ട്രിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 കെമിസ്ട്രിയിലെ 5ാമത്തെ പാഠമായ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന ചാപ്റ്ററിലെ സർഫസ് ടെൻഷൻ എന്ന ടോപ്പിക്കാണ്. അപ്പം ഇതിനു മുമ്പുള്ള ഭാഗങ്ങൾ ഞാൻ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിനെല്ലാം ചേർത്ത് ഈ ചാപ്റ്ററിന്റെ പേരിൽ പ്ലേലിസ്റ്റ് ആക്കി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. കാണാത്തവർ ദയവായി കാണുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് പോകാം. ഇന്നത്തെ ക്ലാസ് എന്താണ്? സർഫസ് ടെൻഷൻ എന്താണെന്ന് നോക്കാം. ഒരുപാട് എക്സാമ്പിൾ പഠിക്കാനുണ്ട്. എക്സാമ്പിൾ ചോദിക്കും പരീക്ഷയ്ക്ക്. എക്സാമ്പിൾ വന്നിട്ട് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ പറഞ്ഞിട്ട് അത് എന്തിന്റെ പ്രിൻസിപ്പിൾ ആണെന്ന് ചോദിക്കും. ഓക്കെ, അതുകൊണ്ട് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഞാൻ ആദ്യം കാര്യം പഠിപ്പിച്ചിട്ട് അതിന്റെ എക്സാമ്പിളോട് വരാം. ഓക്കെ, നോക്കിയാണേ, ഇതൊരു പാത്രത്തിനകത്ത് ഇത്രയും എമൗണ്ട് ഓഫ് വാട്ടർ എടുത്തിട്ടുണ്ട്. ഈ കാണുന്ന ഇത്രയും വാട്ടറാണ്. വാട്ടർ അല്ലെങ്കിൽ ഏതെങ്കിലും ലിക്വിഡ് എന്താണോ അത്. ഓക്കെ, ഒരു ലിക്വിഡ് എടുത്ത്. ഓക്കെ, നമുക്ക് 2-3 മോളിക്യൂൾസ് കൺസിഡർ ചെയ്യാം. ഒന്ന് ഇവിടെ നിൽക്കുന്ന മോളിക്യൂൾ, ഇവിടെ ഒരു മോളിക്യൂൾ കൺസിഡർ ചെയ്യാം. പിന്നെ ഈ സർഫസിലുള്ള ഒരു മോളിക്യൂൾ കൺസിഡർ ചെയ്യാം. 3 മോളിക്യൂൾ കൺസിഡർ ചെയ്തു. ഓക്കെ, നോക്കിയാണോ? ഓക്കെ, നോക്കിയാണേ, ഈ മോളിക്യൂളിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ചുറ്റും മോളിക്യൂൾസ് ഉണ്ടല്ലോ. അപ്പൊ ഈ മോളിക്യൂളിന് ഈ പറഞ്ഞ സൈഡിലുള്ള എല്ലാ മോളിക്യൂളും എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും അങ്ങോട്ടും അങ്ങോട്ടും. അപ്പൊ എന്ത് ചെയ്യും? ഈ പറഞ്ഞ മോളിക്യൂളിന് അതിന്റെ ചുറ്റുമുള്ള എല്ലാ മോളിക്യൂളും എന്ത് ചെയ്യും? ഒരേപോലെ അട്രാക്ട് ചെയ്യും. അപ്പൊ എന്ത് സംഭവിക്കും? ഇതിന് നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് 0 ആയിപ്പോ. കാരണം അങ്ങോട്ട് വലിക്കുന്നുണ്ട്, ഇങ്ങോട്ട് വലിക്കുന്നുണ്ട്, മുകളിലോട്ട് താഴോട്ട് എല്ലാ ഡയറക്ഷനും എന്ത് ചെയ്യുന്നുണ്ട്? ഒരേപോലെ വലിക്കുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? നെറ്റ് ഫോഴ്സ് എന്ത് ചെയ്യും? തമ്മിൽ ക്യാൻസൽ ആയിപ്പോ. കാരണം ഇങ്ങോട്ട് വലിക്കുന്നതിനെ ഇത് ക്യാൻസൽ ചെയ്യും, ഇങ്ങോട്ട് വലിക്കുന്നതിനെ ഇത് ക്യാൻസൽ ചെയ്യും, അങ്ങനെ. ഓക്കെ, അതേപോലെ തന്നെ ഈ മോളിക്യൂൾ നോക്കാം. കാരണം എങ്ങോട്ട് എടുത്താലും ഈ മോളിക്യൂൾ എല്ലാം എന്ത് ചെയ്യും? പരസ്പരം ക്യാൻസൽ ആയിപ്പോ. പക്ഷേ നിങ്ങൾ സർഫസിലുള്ള ഒരു മോളിക്യൂളിന്റെ അവസ്ഥ നോക്ക്. ഇതിന് അട്രാക്ഷൻ താഴോട്ട് മാത്രമല്ലേ ഉള്ളൂ, അല്ലേ? കാരണം എന്താണ്? മോളോട്ട് മോളിക്യൂൾ ഇല്ല, അല്ലേ? മോളോട്ട് മോളിക്യൂൾ ഉണ്ടെങ്കിൽ അല്ലേ മോളോട്ട് വലിക്കത്തുള്ളൂ. അപ്പൊ മോളോട്ട് മോളിക്യൂളേ ഇല്ല. അപ്പൊ എന്ത് ചെയ്യും? താഴത്തെ മോളിക്യൂൾസ് ഇതിനെ പിടിച്ച് താഴോട്ട് വലിക്കും, അല്ലേ? അപ്പൊ എന്ത് സംഭവിക്കും? ഇവിടെ ഒരു ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യൂലേ, അല്ലേ? കാരണം എന്താണ്? ഈ പറഞ്ഞ സർഫസിലുള്ള എല്ലാ മോളിക്യൂളും ആ വാട്ടർ അല്ലെങ്കിൽ ലിക്വിഡ് ആ ഒരു സർഫസിലുള്ള എല്ലാ മോളിക്യൂളും എന്ത് ചെയ്യും? താഴോട്ടൊരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടായിരിക്കും. കാരണം എന്താണ്? ഇതിന് താഴെ എല്ലാ മോളിക്യൂളും എന്ത് ചെയ്യണം? അതിനങ്ങോട്ട് വലിക്കുകയാണ്. പക്ഷെ മുകളിലോട്ട് ഫോഴ്സ് ഇല്ലാത്തോടെ എന്ത് ചെയ്യില്ല, അത് ക്യാൻസൽ ആയി പോകത്തുമില്ല. അപ്പൊ ഈ ഒരു ഫോഴ്സ് ഇല്ലേ, ഇതിനെ വിളിക്കുന്ന പേരാണ് സർഫസ് ടെൻഷൻ. ഓക്കെ, ഇതാണെന്ത്? സർഫസ് ടെൻഷൻ. എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കാനുള്ള കാരണമൊക്കെ പറഞ്ഞുതരാം. ജസ്റ്റ് കാര്യം കേട്ടോ. ഇതാണ് നമ്മുടെ തിയറി എന്ന് പറഞ്ഞത്. ഓക്കെ, എന്താണ്? താഴെയുള്ള മോളിക്യൂൾസിന് എല്ലാ ഡയറക്ഷനിലും എന്തുണ്ടാവും? ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. എല്ലാ ഡയറക്ഷനിലോട്ടും ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യും? നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ക്യാൻസൽ ആയിട്ട് 0 വരും. പക്ഷേ ഓന്റെ സർഫസ് നോക്കിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സർഫസിലുള്ള മോളിക്യൂൾസിന് നെറ്റ് ഡൗൺവേർഡ് ഫോഴ്സ് ഉണ്ട്, അല്ലേ? കാരണം എന്താണ്? അതിന് താഴെയുള്ള മോളിക്യൂൾസ് എല്ലാം എന്ത് ചെയ്യും? അതിനെ അട്രാക്ട് ചെയ്യുന്നതുകൊണ്ട് താഴോട്ടൊരു പുള്ളുണ്ടാവും. മോളിലോട്ട് എന്തില്ല? മോളിക്യൂൾസ് ഇല്ല, അല്ലേ? അപ്പം ഇതാണ് എന്ത്? നമ്മുടെ സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഡെഫിനിഷൻ ഇട്ട് തരാം. കാര്യം മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് ഡെഫിനിഷൻ നോക്കിയിട്ട് ബാക്കി എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഒരുപാട് പറയാനുണ്ട്. ഓക്കെ, നമുക്ക് ഡെഫിനിഷൻ നോക്കാം. സർഫസ് ടെൻഷന്റെ സർഫസ് ടെൻഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ദ ഫോഴ്സ് ആക്ടിംഗ് പെർ യൂണിറ്റ് ലെങ്ത്. എന്താണ്? ഫോഴ്സ് ആക്ടിംഗ് പെർ യൂണിറ്റ് ലെങ്ത്. ഒരു യൂണിറ്റിൽ ആക്ട് ചെയ്യപ്പെടുന്ന ഫോഴ്സ് ആണ്. എവിടെ നോക്കാം? പെർപെൻഡിക്കുലർ ടു ദ ലൈൻ ഡ്രോൺ ഓൺ ദ സർഫസ് ഓഫ് ലിക്വിഡ്. ലിക്വിഡിന്റെ സർഫസിലെ ലിക്വിഡിന്റെ സർഫസിൽ ഒരു ലൈൻ നമ്മൾ കൺസിഡർ ചെയ്ത ആ ലൈൻ ഞാൻ പറഞ്ഞാണ്. നോക്കിയോ, ഇതാണ് ലിക്വിഡ്. ലിക്വിഡിന്റെ ടോപ്പ് സർഫസ് ഉണ്ടല്ലോ, അത് ലൈനായിട്ട് കൺസിഡർ ചെയ്യുക. ആ ലൈനിൽ നിന്നും താഴോട്ട് പെർപെൻഡിക്കുലർ ആയിട്ട് ആക്ട് ചെയ്യപ്പെടുന്ന ഫോഴ്സ് ആണ് സർഫസ് ടെൻഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എന്നോട് വെച്ച് നോക്കാം. സർഫസ് ടെൻഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ദ ഫോഴ്സ് ആക്ടിംഗ് പെർ യൂണിറ്റ് ലെങ്ത്. എന്താണ്? ഒരു യൂണിറ്റ് ലെങ്തിൽ ആക്ട് ചെയ്യപ്പെടുന്ന ഫോഴ്സ് ആണ്. എവിടെയാണ്? പെർപെൻഡിക്കുലർ ടു ദ ലൈൻ. പെർപെൻഡിക്കുലർ ടു ദ ലൈൻ ഡ്രോൺ ഓൺ ദ സർഫസ് ഓഫ് ദി ലിക്വിഡ്. ലിക്വിഡിന്റെ സർഫസില് നമ്മളൊരു ലൈൻ വരച്ച ആ ലൈനിന്റെ നേരെ താഴോട്ട് പെർപെൻഡിക്കുലർ ആയിട്ട് ആക്ട് ചെയ്യപ്പെടുന്ന ഫോഴ്സ് ആണ് അറിയപ്പെടുന്ന പേരാണെന്ത്? സർഫസ് ടെൻഷൻ. ഓക്കെ അല്ലേ? ഒരിക്കലും വായിച്ചു നോക്ക്. സർഫസ് ടെൻഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ദ ഫോഴ്സ് ആക്ടിംഗ് പെർ
യൂണിറ്റ് ലെങ്ത് പെർപെൻഡിക്കുലർ ടു ദ ലൈൻ ഡ്രോൺ ഓൺ ദ സർഫസ് ഓഫ് ദി ലിക്വിഡ്. ഓക്കെ അല്ലേ? ബാക്കി പഠിക്കാം. ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ ഗാമ. ഒരു ഗ്രീക്ക് ലെറ്റർ ആട്ടെ ഗാമ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് അടുത്ത് കണ്ടുണ്ട് നിങ്ങൾ എല്ലാവരും. ഓക്കെ, ഗാമ എന്ന സിമ്പിളാണ് സൂചിപ്പിക്കുന്നത്. അതിന്റെ ഇറ്റ് ഇസ് ഡയമെൻഷൻ നോക്കാം. കിലോഗ്രാം പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഇതിന്റെ യൂണിറ്റ് എന്താണ്? കിലോഗ്രാം പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. എസ് യൂണിറ്റില് ന്യൂട്ടൺ പെർ മീറ്റർ അല്ലെ? ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ എന്നല്ലേ പറഞ്ഞേ? ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ അല്ലേ? അപ്പൊ ന്യൂട്ടൺ ഫോഴ്സിന്റെ പെർ മീറ്റർ ലെങ്ത് ആയതുകൊണ്ട് അപ്പം ന്യൂട്ടൺ പെർ മീറ്റർ ആണെന്ന് അതിന്റെ എസ് യൂണിറ്റ്. ഓക്കെ, അപ്പം എന്താണ് ഒരിക്കലും ലാസ്റ്റ് വായിക്കണേ. സർഫസ് ടെൻഷൻ ഇസ് ഡിഫൈൻഡ് ആസ് ദ ഫോഴ്സ് ആക്ടിംഗ് പെർ യൂണിറ്റ് ലെങ്ത് പെർപെൻഡിക്കുലർ ടു ദ ലൈൻ ഡ്രോൺ ഓൺ ദ സർഫസ് ഓഫ് ദി ലിക്വിഡ്. റെപ്രസെന്റേറ്റീവ് സിംബൽ ഗാമ, യൂണിറ്റ് കിലോഗ്രാം പെർ സെക്കൻഡ് സ്ക്വയറും ന്യൂട്ടൺ പെർ മീറ്ററും. ഓക്കെ, ഇനി അടുത്ത പ്രശ്നം പഠിക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് സർഫസ് എനർജി പഠിക്കാനുണ്ട്. ഓക്കെ, നമ്മളിപ്പോ എന്താ കണ്ടേ? ലിക്വിഡിന് എന്തുണ്ട്? സർഫസ് ടെൻഷൻ ഉണ്ടെന്ന് കണ്ടില്ലേ? അപ്പൊ ഈ സർഫസ് ടെൻഷൻ ഉള്ളത് കൊണ്ട് ലിക്വിഡിന്റെ സർഫസിലെ ഏരിയ എന്ത് ചെയ്യും? കുറയും. ഏരിയ കുറയും. സർഫസ് ഏരിയ കുറയും. മറ്റൊന്ന്, സർഫസിലുള്ള മോളിക്യൂളിന്റെ എണ്ണം എന്ത് ചെയ്യും? കുറയും. സർഫസിലുള്ള മോളിക്യൂളിന്റെ എണ്ണം എന്ത് ചെയ്യും? കുറയും. കാരണം താഴോട്ട് വലിക്കുകയല്ലേ അല്ലെ? അപ്പൊ എന്ത് സംഭവിക്കും? സർഫസിലുള്ള മോളിക്യൂളിന്റെ എണ്ണവും കുറയും, അതുപോലെ സർഫസ് ഏരിയ എന്ത് ചെയ്യും? കുറയും. ഓക്കെ, കുറച്ച് ആപ്ലിക്കേഷൻ നോക്കാം, എന്നിട്ട് തിരിച്ചു വരാം. ഓക്കെ, ആപ്ലിക്കേഷൻ നോക്കാം. ഒന്നെന്ന് പറഞ്ഞാല് നമ്മുടെ ഈ ഷേവിംഗ് ബ്രഷ് ഇല്ലേ? ഷേവ് ചെയ്യുന്ന ബ്രഷ് ഇല്ലേ? ഈ ബ്രഷ് കൊണ്ട് നിങ്ങൾ എന്തെന്ന് അറിയാമോ? കുറച്ച് വെള്ളത്തിൽ മുക്കി നോക്കണം. വെള്ളത്തിൽ മുക്കുന്ന സമയത്ത് എന്താ അറിയാമോ? വെള്ളത്തിൽ മുൻകിടക്കുന്ന സമയത്ത് അതിന്റെ എല്ലാ ബ്രഷിന്റെ ഓരോ നാരുണ്ടല്ലോ, അത് എല്ലാ ഭാഗത്തോട്ടും ഇങ്ങനെ ചിതറിക്കിടക്കും. ഓക്കെ, പക്ഷെ നമ്മളിങ്ങനെ പൊക്കി എടുക്കാൻ സംഭവിക്കാൻ അറിയാമോ? പൊക്കി ആ സർഫസ് കൂടെ കടന്നു വരാമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും? ഇതിനോട് ഒട്ടി പിടിച്ചിരിക്കും. കാരണം എന്താണ്? സർഫസ് വലിച്ചിരിക്കുകയല്ലേ? താഴോട്ടുമ്പോ എല്ലാ മോളിക്കൂളും എല്ലാ ഭാഗത്തും അട്രാക്ട് ചെയ്യും. അതുകൊണ്ട് എല്ലാ ഭാഗത്തോട്ടും ഇങ്ങനെ ചിന്തിച്ച് നടക്കും. പക്ഷെ പൊക്കി എടുക്കാൻ എന്ത് സംഭവിക്കും? ഒട്ടി പിടിച്ചു വരും. നമ്മൾ കണ്ട് ചെയ്തു നോക്കിയാൽ മതി, മനസ്സിലാവും. മറ്റൊന്ന് ഉദാഹരണം പറഞ്ഞാൽ നമ്മളെ ഈ മണലില്ലേ? മണലെടുത്ത് നിങ്ങളിങ്ങനെ ഉണങ്ങിയ മണലെടുത്ത് കളിച്ചാൽ സംഭവിക്കും? ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ അത് മൊത്തോടെ തറ വീഴും, ഓരോ പൊടിപൊടിയായിട്ട് വീഴും ആണല്ലോ. പക്ഷെ നമ്മൾ നനച്ചിട്ടാണ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് കട്ടായിട്ട് വീഴത്തുള്ളൂ അല്ലെ? ചെളി പോലെ ആയിപ്പോ അല്ലെ? ശ്രദ്ധിച്ചിട്ടില്ലേ? മണലിൽ നമ്മൾ ഇങ്ങനെ ഇട്ടിട്ട് ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? മണൽ ഓരോ പൊടിയായിട്ട് വീഴും, പൊടിയായിട്ട് തന്നെ വീഴും. പക്ഷെ ജസ്റ്റ് നനച്ചാൽ സംഭവിക്കും? അതെല്ലാം ഒട്ടിപ്പിടിച്ചിരിക്കും അല്ലേ? അപ്പം നമ്മൾ നനയ്ക്കുന്നതിന് മുമ്പ് ആ മണലില് വെറും മണല് മാത്രമേ ഉള്ളൂ, അതിന് അട്രാക്ഷൻ കുറവ്, പരസ്പരം അട്രാക്ഷൻ ഇല്ല. പക്ഷെ നമ്മൾ നനച്ചപ്പോൾ സംഭവിച്ചു? അട്രാക്ഷൻ സംഭവിച്ചു. അതാരും ഉണ്ടെന്നാണ്? ഈ പറഞ്ഞ ലിക്വിഡ് ഉണ്ടെന്നാണ്. അല്ലെങ്കിൽ മറ്റൊരു ഉദാഹരണം പറയാനാണെങ്കിൽ നമ്മുടെ ഈ മെർക്കുറി ഇല്ലേ? മെർക്കുറി നമ്മൾ ഓരോ ഡ്രോപ്പ് ആയിട്ട് എടുക്കുന്ന സംഭവിക്കുന്ന അറിയാമോ? അത് സ്പിറിക്കൽ ഷേപ്പ് ആയിരിക്കും. അതിന്റെ കാരണം പഠിക്കാനുണ്ട്, പറഞ്ഞുതരാം. സ്പിറിക്കൽ ഷേപ്പ് ആയിരിക്കും. പിന്നെന്താണ് കാപ്പിലറി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ചെറിയ ഒരു കുഴലെടുക്കുക, സ്ട്രോ പോലെയുള്ള ഒരു കുഴലെടുത്ത് വെള്ളത്തിട്ട് കഴിഞ്ഞാൽ ആ വെള്ളത്തിന്റെ ലെവലിനെക്കാളും ഈ സ്ട്രോയിലകത്തുള്ള വെള്ളത്തിന്റെ ലെവൽ കൂടുതലായിരിക്കും. പഠിപ്പിച്ചുതരാം, ലാസ്റ്റ് പറഞ്ഞുതരാറുണ്ട്. ഇപ്പൊ അത് പറഞ്ഞുതരാം. ഇപ്പൊ ഇതാണ് വെള്ളം എന്ന് വെച്ചോ. ഞാൻ സ്ട്രോ ഇട്ടൊക്കെയാണെങ്കിൽ ഇതാ സ്ട്രോയ്ക്കകത്തുള്ള വെള്ളം നോക്കി കഴിഞ്ഞാൽ അത് ഇങ്ങനെ നിൽക്കും, കുറച്ച് ഹൈറ്റ് കൂടി നിൽക്കും. ഓക്കെ, അത് പറയാനുണ്ട്. കാപ്പിലാരിറ്റി റൈസും പാള് പഠിക്കാനുണ്ട്, ലാസ്റ്റ് പറഞ്ഞുതരാം. ഇതൊക്കെയാണ് ആപ്ലിക്കേഷൻ ആയിട്ട് വരുന്നത്. എന്തൊക്കെ പറഞ്ഞു? ഷേവ് ബ്രഷിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ സാൻഡ് പറഞ്ഞു. അതുപോലെ നമ്മൾ വെള്ളത്തിനടി നോക്കിയാലും മതി. വെള്ളത്തിനടി നോക്കുമ്പോഴത്തേക്കും മണലൊക്കെ എന്ത് ചെയ്യും? ഒഴുകി കിടക്കും. പക്ഷെ നമ്മൾ പുറത്തെടുത്താലോ ചെളി കട്ട പോലെ ഒരുമിച്ച് കൂടി കിടക്കത്തുള്ളൂ. അത് വേണമെങ്കിൽ ഉദാഹരണമായിട്ട് പറയാം. മെർക്കുറി സ്പെറിക്കൽ ബാള്, റെയിൻ ഡ്രോപ്സ് പറയാം. പിന്നെ ഓക്കെ, കാപ്പിലാരിറ്റി പറയാം. ഇതൊക്കെയാണ് ഇതിന്റെ ആപ്ലിക്കേഷൻ ആയിട്ട് പറഞ്ഞ സർഫസ് ടെൻഷന്റെ. ബാക്കി നോക്കാം. ബാക്കി പഠിക്കേണ്ട സർഫസ് എനർജിയെ കുറിച്ചാണ്. ഓക്കെ, ഞാൻ ഡെഫിനിറ്റ് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഓക്കെ, നമ്മൾ കുറച്ച് മുമ്പ് എന്താ പറഞ്ഞേ? ലിക്വിഡിന് എന്തുണ്ട്? സർഫസ് ടെൻഷൻ ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യും? ലിക്വിഡ് എന്ത് ചെയ്യും? സർഫസ് ഏരിയ മിനിമം ചെയ്യാൻ ശ്രമിക്കും ആണല്ലോ. ഇനി ഞാൻ പോയിട്ട് ഇതിന്റെ സർഫസ് ഏരിയ കൂട്ടാൻ ശ്രമിക്കണമെന്ന് വെച്ചോ. ഓക്കെ, ഇതിന്റെ സർഫസ് ഏരിയ കൂട്ടാൻ ശ്രമിക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യേണ്ടി വരും? ഞാൻ കുറച്ച് എനർജി കൊടുക്കേണ്ടി വരും. കാരണം എന്താണ്? അതിനകത്തുള്ള അട്രാക്റ്റീവ് ഫോഴ്സിനെ ഓവർകം ചെയ്തിട്ട് വേണം ഞാൻ എന്ത് ചെയ്യാൻ? സർഫസ് ഏരിയ കൂട്ടാൻ അല്ലേ? ശരിയല്ലേ പറഞ്ഞേ? താഴോട്ടുള്ള മോളിക്യൂൾസ് എന്തുണ്ട്? ഫോഴ്സ് ഓഫ് അട്രാക്ഷനിൽ വലിച്ചിരിക്കുകയാണ്. അപ്പൊ അതിനെ ഓവർകം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തേ പറ്റുള്ളൂ? സർഫസ് ഏരിയ കൂട്ടാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതിന് കുറച്ച് എനർജി വേണ്ടേ? ആ എനർജിയെ വിളിക്കുന്ന പേരാണ് സർഫസ് എനർജി. വലിയ കൂടി ഈ പറഞ്ഞ
താഴത്തെ മോളിക്യൂൾസ് എന്ത് ചെയ്യും, ഇതിനെ അട്രാക്ട് ചെയ്ത് വെച്ചിരിക്കല്ലേ സർഫസിലുള്ള മോളിക്യൂൾസിനെ. അപ്പൊ എന്ത് ചെയ്യും, അത് സർഫസ് ഏരിയ കുറഞ്ഞു നിൽക്കും. ഞാൻ പോയിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവേ, സർഫസ് ഏരിയ കൂട്ടാൻ ശ്രമിക്കാൻ പോവുകയാണ്. അപ്പൊ എന്ത് ചെയ്യണം, താഴോട്ടുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷനെ കാലം എന്ത് ചെയ്യണം, കൊടുക്കേണ്ടി വരും അല്ലേ. അതിനെ ഓവർകം ചെയ്താലല്ലേ കൂട്ടാൻ പറ്റത്തുള്ളൂ. അങ്ങനെ എന്തുമാത്രം എനർജി ആവശ്യമുണ്ട്, ആ എനർജിയുടെ അളവാണ് എന്ത്, സർഫസ് എനർജി. ഓക്കെ, നാളെ നോക്കാം. The energy required to increase the surface area of the liquid by 1 unit is called surface energy. എന്താണ് പറഞ്ഞത്, ഒരു യൂണിറ്റ് ഏരിയ കൂട്ടാനായിട്ട് ഞാൻ കൊടുക്കേണ്ടി വരുന്ന എനർജിയുടെ അളവാണെന്ത്, സർഫസ് എനർജി. എന്താണ്, ദ എനർജി റിക്വയർഡ് ടു ഇൻക്രീസ് ദ സർഫസ് ഏരിയ ഓഫ് ദി ലിക്വിഡിന്റെ സർഫസ് ഏരിയ കൂട്ടാനായിട്ട് എത്ര, ബൈ 1 യൂണിറ്റ്, ഒരു യൂണിറ്റ് സർഫസ് ഏരിയ കൂട്ടാനായിട്ട് ഞാൻ കൊടുക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ ആവശ്യമായി വരുന്ന എനർജിയുടെ അളവാണെന്ത്, സർഫസ് എനർജി. ഓക്കെ, ഡയമെൻഷൻ പറഞ്ഞത് ജൂൾ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, ദ എനർജി റിക്വയർഡ് ടു ഇൻക്രീസ് ദ സർഫസ് ഏരിയ ഓഫ് ദി ലിക്വിഡ് ബൈ 1 യൂണിറ്റ് ഈസ് കാൾഡ് സർഫസ് എനർജി. ഓക്കെ, ഈ പറഞ്ഞ സർഫസ് ഏരിയ കൂട്ടാനായിട്ട് എനിക്ക് ആവശ്യമായി വരുന്ന എനർജിയുടെ അളവാണെന്ത്, സർഫസ് എനർജി. ഡെഫിനിഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഡയമെൻഷൻ ജൂൾ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, ബാക്കി പഠിക്കാം, ബാക്കിയാണേ. ഓക്കെ, ഇനി പരീക്ഷയ്ക്ക് ചോദിക്കുന്ന 2 ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ പറഞ്ഞുതരാം. അതായത് ഒന്ന്, എന്തുകൊണ്ടാണ് മെർക്കുറി സ്പിയറിന്റെ ഷേപ്പ് അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എന്താണ് ഫയർ പോളിഷിംഗ് ഓഫ് ഗ്ലാസ്. ഓക്കെ, 2 ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ആപ്ലിക്കേഷൻ എന്താണെന്ന് നമുക്ക് ഒന്നാമത്തെ നോക്കാം. എന്തുകൊണ്ടാണ് മെർക്കുറി എന്ത് ചെയ്യണത്, സ്പിയറിന്റെ ഷേപ്പ് അസ്യൂം ചെയ്യണത്. ഓക്കെ, നോക്കാം. നമ്മൾ കഴിഞ്ഞ പാഠം പഠിപ്പിച്ചപ്പോഴേ ഒരുപാട് തവണ ഞാൻ പറഞ്ഞതാണ്, ഏതൊരു സാധനം എന്ത് ചെയ്യും, എനർജി കുറയ്ക്കാനേ നോക്കത്തുള്ളൂ. എനർജി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, അൺസ്റ്റേബിൾ ആയി പോകും. അപ്പൊ എന്ത് ചെയ്യും, എനർജി എത്രയും വേഗം കുറയ്ക്കണം അല്ലേ. ഇവിടെ ലിക്വിഡിനെ സംബന്ധിച്ചിടത്തോളം എനർജി എങ്ങനെ കുറയ്ക്കാം, സർഫസ് ഏരിയ മിനിമം ആക്കിയാൽ പോലെ അല്ലെ. സർഫസ് ഏരിയ മിനിമം ആക്കിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അതിനെ കൊണ്ട് എനർജി കുറയ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പം സർഫസ് ഏരിയ ഏറ്റവും കുറവ് ഏത് ഷേപ്പിലാണ്, സ്പിയർ ഷേപ്പിനല്ലേ. അതുകൊണ്ടാണ് എന്ത് ചെയ്യണേ, മെർക്കുറി സ്പിയർ ഷേപ്പ് അസ്യൂം ചെയ്യണേ. അപ്പൊ എന്ത് സംഭവിക്കും, സ്പിയർ ഷേപ്പ് ആകുമ്പോഴത്തേക്കും സർഫസ് ഏരിയ കുറയും, സർഫസ് ഏരിയ കുറഞ്ഞ എനർജിയും കുറയും. ഓക്കെ, ഇതാണ് മെർക്കുറിയുടെ ഉത്തരം. ഓക്കെ, മെർക്കുറി എന്തുകൊണ്ടാണ് സ്പിയർ ഷേപ്പ് അസ്യൂം ചെയ്യണത്, കാരണം എന്താണ്, സ്പിയർ ആകുമ്പോഴത്തേക്കും സർഫസ് ഏരിയ കുറവ്, സർഫസ് ഏരിയ കുറയുമ്പോഴത്തേക്കും എനർജി കുറയും കേട്ടോ. അതാണ് ഒന്നാമത്തത്. രണ്ടാമത് നോക്കാം, എന്താണ് ഫയർ പോളിഷിംഗ് ഓഫ് ഗ്ലാസ്. വേറെ ഒന്നുമില്ല, നമ്മുടെ ഈ ഗ്ലാസ് ഇല്ലേ, ഗ്ലാസ് നമ്മൾ കുടിക്കുന്ന ഗ്ലാസ് ആയാലും മതി. ഈ ഗ്ലാസിന്റെ ഒക്കെ നിങ്ങൾ കുടിക്കുന്ന ഭാഗം ഉണ്ടല്ലോ, ഇത് നോക്കി കഴിഞ്ഞാൽ നല്ല അതിന്റെ ടോപ്പ് ഉണ്ടല്ലോ ഒരു റൗണ്ട് ആയിട്ട് നല്ല ഇരിക്കണേ, ഷാർപ്പ് അല്ലല്ലോ. ഷാർപ്പാണെങ്കിൽ കുടിക്കുമ്പോഴത്തേക്ക് ഇവിടെ മുറിയൂലേ, അങ്ങനല്ലല്ലോ ചെയ്യുന്നത്, ഒരു റൗണ്ട് ആയിട്ട് ഇരിക്കണേ. ആ റൗണ്ട് എങ്ങനെ ഉണ്ടാക്കാന്ന് അറിയാമോ, ഇതിനെ ചൂടാക്കും, ആ സർഫസിനെ ചൂടാക്കും. അപ്പൊ എന്ത് ചെയ്യും, മെൽറ്റ് ആവും. മെൽറ്റ് ആകുമ്പോൾ എന്താ, ലിക്വിഡിന്റെ പ്രോപ്പർട്ടി ആവൂലേ. ലിക്വിഡ് ആകുമ്പോൾ എന്ത് സംഭവിക്കും, അതെന്ത് ചെയ്യും, സർഫസ് ഏരിയ കുറയ്ക്കാനായിട്ട് എന്ത് ചെയ്യും, താഴോട്ടൊരു വലിവ് വരും. അപ്പൊ എന്ത് സംഭവിക്കും, ഒരു ഷേപ്പ്, ഈ ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്യും. കാര്യം മനസ്സിലായ, അതിനെ വിളിക്കുന്ന പേരാണ് ഫയർ പോളിഷിംഗ് ഓഫ് ഗ്ലാസ്. നമ്മളെ കുടിക്കുന്ന ഗ്ലാസ് എടുത്ത് നോക്കിയാൽ മതി, ആ ഗ്ലാസ് എടുക്കുമ്പോ നമ്മൾ കുടിക്കുന്ന ആ ഭാഗം നോക്ക്, അത് ഈ ഒരു ഷേപ്പല്ലേ നിൽക്കണേ അല്ലേ, ഒരു റാ പോലെ അല്ലേ. ആ ഉണ്ടാക്കാൻ അങ്ങനെ അറിയാമോ, ചൂടായി കൊടുക്കും. ഗ്ലാസിന്റെ ആ സർഫസ് ചൂടാക്കാൻ വേണ്ടി സംഭവിക്കും, ലിക്വിഡ് ആവും, മെൽറ്റ് ആവും. ലിക്വിഡ് ആകുമ്പോൾ എന്ത് ചെയ്യും, നേരത്തെ പറയുന്നത് സർഫസ് ഏരിയ കുറയ്ക്കാനായിട്ട് എന്ത് ചെയ്യും, അത് താഴോട്ട് വലിക്കും. അപ്പൊ എന്ത് സംഭവിക്കും, ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ഇതിനെ വിളിക്കുന്ന പേരാണ് ഫയർ പോളിഷിംഗ് ഓഫ് ഗ്ലാസ്. ഓക്കെ, ബാക്കി പഠിക്കാം. ഞാനൊരു കാര്യം ചോട്ടെ, ഞാൻ തറയിലോ അല്ലെങ്കിൽ സർഫസിലോ ഒരു കുറച്ച് വെള്ളം ഒഴിച്ചെന്ന് വെച്ചോ, അത് സ്പീറായിട്ടിരിക്കോ അതേ ഫ്ലാറ്റൺ ചെയ്തിരിക്കോ, മനസ്സിലായ. കുറച്ച് ഒരു സർഫസിലെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചാലേ അതിങ്ങനെ ഉരുണ്ടിരിക്കോ അതേ പരന്നിരിക്കോന്ന്, ഫ്ലാറ്റ് ആയിട്ടിരിക്കോന്ന്. ഫ്ലാറ്റിനല്ലേ ആകത്തുള്ളൂ. അതിന്റെ കാരണം അറിയാമോ, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ആരുടെ, ഗ്രാവിറ്റിയുടെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉള്ളതാണ് എന്ത് ചെയ്യണേ, അത് ഫ്ലാറ്റിനായി പോണേ കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ പുള്ളു കൊണ്ടാണ് എന്ത് ചെയ്യണേ, അത് ഫ്ലാറ്റിനായി പോകുന്നേ. ഗ്രാവിറ്റി ഇല്ല എങ്കിൽ അതെന്തായേനെ, സ്പിയർ ആയേനെ. ചോദിക്കും പരീക്ഷയ്ക്ക് കേട്ടോ. സർഫസിൽ നമ്മൾ എന്തെങ്കിലും സർഫസിലാണ് നമ്മൾ ഈ പറഞ്ഞ ലിക്വിഡ് ഒഴിച്ചു വെച്ചാൽ എന്ത് ചെയ്യും, അത് ഫ്ലാറ്റൻ ആകും. അതിനുള്ള കാരണം ഡ്യൂ ടു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. ആബ്സെൻസ് ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണെങ്കിൽ എന്ത് ചെയ്യും, അത് ഉറപ്പായിട്ട് എന്തേ ആകത്തുള്ളൂ, സ്പിയറേ ആകത്തുള്ളൂ. ഓക്കെ, ബാക്കി പഠിക്കാം. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ നമ്മുടെ കാപ്പിലാരിറ്റി ആണ്, വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. ഓക്കെ, നോക്കാം നമുക്ക് എന്താണ് കാപ്പിലാരി എന്ന് നോക്കിയോണേ. എന്റെ കയ്യില് 2 ബീക്കർ ഉണ്ട്. ഓക്കെ, 2 ബീക്കർ എടുത്തു.
ഓക്കെ, ഒന്നില് ഞാൻ വാട്ടർ നിറയ്ക്കാം. വാട്ടർ എടുത്ത് ഇതാ ഇത്ര അളവിൽ വാട്ടർ എടുത്തേ. ഓക്കെ, മറ്റേല് മെർക്കുറി എടുത്തു. ഒന്നില് എന്തെടുത്തു? വാട്ടറും മറ്റേല് മെർക്കുറി. ഓക്കെ, മെർക്കുറി എടുത്ത് ഓക്കെ, മെർക്കുറി ആയി. ഇതൊക്കെയാണ് സ്ട്രോ ഇല്ലേ, സ്ട്രോ പോലെയുള്ള 2 ഗ്ലാസ് ട്യൂബ് എടുക്കുകയാണ്. ഗ്ലാസ് ട്യൂബ് ഒരെണ്ണം ഞാൻ ഇവിടെ ഇറക്കി, വാട്ടറിൽ ഇറക്കി, ഒരെണ്ണം അതേപോലെ മെർക്കുറിയിൽ ഇറക്കി. ഓക്കെ, ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഒരെണ്ണം ഗ്ലാസ് ട്യൂബ് ആണ്, ഒരെണ്ണം ഇവിടെ ഇറക്കി വാട്ടറിലും ഒരെണ്ണം മെർക്കുറിയിൽ ഇറക്കി. ഞാൻ കണ്ട കാഴ്ച അറിയാമോ? കണ്ടേ, വാട്ടറിൽ നോക്കിയപ്പോഴത്തേക്കും വാട്ടറിന്റെ ലെവലില്ലേ, ബീക്കറിലെ വാട്ടറിന്റെ ലെവലാണ് ഈ കാണുന്നത്. അതിനേക്കാളും കുറച്ച് കൂടി നിൽക്കണത്, കുറച്ച് ഉയരത്തിലാണ് ആര് നിൽക്കണേ? ഈ ഗ്ലാസ് ട്യൂബിനകത്തുള്ള വാട്ടറിന്റെ ലെവല് കണ്ടത്. എന്നാൽ മെർക്കുറി നോക്കിയപ്പോഴത്തേക്കും ബീക്കറിനുള്ള മെർക്കുറിയുടെ ലെവലിനേക്കാളും കുറച്ച് താഴെയാണ് എന്ത്, ഗ്ലാസ് ട്യൂബിനകത്തുള്ള മെർക്കുറിയുടെ ലെവല്. ഓക്കെ, ഇങ്ങനെ വാട്ടറിന്റെ ലെവലിനേക്കാളും ഈ ട്യൂബിന്റെ ലെവല് കൂടുതലല്ലേ, അതിനെ വിളിക്കുന്ന പേരാണ് കാപ്പിലറി റൈസ്. ഇവിടെ തന്നെ മെർക്കുറി ഗ്യാസ് ഒക്കെ ആണെങ്കിൽ മെർക്കുറിയുടെ ലെവലിനേക്കാളും കുറച്ച് താഴെയല്ലേ ഗ്ലാസിനകത്തുള്ള ലെവല്, അതിനെ വിളിക്കുന്ന പേരാണ് കാപ്പിലറി ഫാൾ. അപ്പം കാപ്പിലറി ഫാളും കാപ്പിലറി റൈസും. ഓക്കെ, അത് 2 കാര്യങ്ങൾ, കാപ്പിലറി ഫാളും കാപ്പിലറി റൈസും. ഓക്കെ, എന്തുകൊണ്ടാണെന്ന് നോക്കാം. നോക്കിയാണേ, വാട്ടർ നോക്കുകയാണെങ്കിൽ വാട്ടറിന് ഡെൻസിറ്റി കുറവാണ്. കുറച്ച് കുറവാണ്. അപ്പൊ ഡെൻസിറ്റി കുറയുമ്പോൾ എന്ത് സംഭവിക്കും? ഈ പറഞ്ഞ വാട്ടറിന്റെ മോളിക്യൂൾ എന്താണ്, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറച്ച് കുറവാണ്. അതോടെ ഡെൻസിറ്റി കുറയണേ അല്ലേ. അപ്പൊ എന്ത് ചെയ്യും? ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറവാണ്. എന്ത് ചെയ്യും? ഈ ഗ്ലാസ് ട്യൂബിനകത്തോട് എന്ത് ചെയ്യും? അത് കയറി പോകും. ഓക്കെ, അങ്ങോട്ട് കയറി പോകും. പക്ഷെ മെർക്കുറി നോക്കുകയാണെങ്കിൽ മെർക്കുറിയുടെ ഈ പറഞ്ഞ മോളിക്യൂൾസ് എന്താണ്, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുതലാണ്, ഡെൻസിറ്റി വളരെ കൂടുതലാണ്. ഡെൻസിറ്റി കൂടുമ്പോൾ സംഭവിക്കും, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടും. അപ്പൊ എന്ത് ചെയ്യും? ഇവര് ഈ പറഞ്ഞ മോളിക്യൂള് അതിന്റെ അകത്തോട്ട് എന്ത് ചെയ്യും? അട്രാക്ഷൻ സംഭവിക്കും. അപ്പൊ എന്ത് ചെയ്യും? അതിനേക്കാളും താഴോട്ട് കയറാൻ ശ്രമിക്കും. അവരാണ് എന്ത് ചെയ്യണേ? ഇവിടെ കാപ്പിലറി ഫാൾ സംഭവിക്കുന്നത്. ഇവിടെ ആണെങ്കിൽ എന്ത് ചെയ്യും? കാപ്പിലറി റൈസ് സംഭവിക്കും. കാരണം ഡെൻസിറ്റി കുറവാണ്. അപ്പൊ ദൂരെ പോയി നിൽക്കാൻ കുഴപ്പമില്ല. അപ്പൊ എന്ത് ചെയ്യും? ഈ ലെവലിനേക്കാളും കുറച്ചുകൂടെ ദൂരെ പോയി നിൽക്കാൻ ശ്രമിക്കും. ഇവിടെ എന്ത് ചെയ്യും? അട്രാക്ഷൻ കൂടുതലാണ്. അപ്പൊ എന്ത് ചെയ്യും? കുറച്ചുകൂടെ അട്രാക്ട് ചെയ്ത് താഴോട്ട് എന്ത് ചെയ്യും? വരാൻ ശ്രമിക്കും. ഓക്കെ, ഇതാണ് എന്ത്? കാപ്പിലറി റൈസും കാപ്പിലറി ഫാളും. ഓക്കെ, ഇത് നിങ്ങൾ ഡെയിലി ലൈഫിൽ കണ്ടുണ്ട്. എവിടെയൊക്കെ നോക്കാം, കുറച്ച് ഉദാഹരണം പറഞ്ഞുതരാം. നോക്കിയോ, നമ്മൾ ചിമ്മിനി വിളക്കില്ലേ, ചിമ്മിനി വിളക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ച് ലെവലിൽ താഴോട്ടായിരിക്കും മണ്ണെണ്ണ വെച്ചേക്കണേ. ഒരു തിരി മുക്കി വെച്ചേക്കും അല്ലെ, തിരിയുടെ മുകളിലേക്ക് കത്തിക്കണത് ആണല്ലോ, അങ്ങനെയല്ലേ ചെയ്യണേ. പക്ഷെ നമ്മള് കത്തിച്ചടിക്കുമ്പോൾ എന്ത് ചെയ്യും? ഈ പറഞ്ഞ മണ്ണെണ്ണ എന്ത് ചെയ്യും? ആ തിരി കൂടെ അല്ലേ മുകളിലോട്ട് കയറി വരുന്നേ അല്ലേ. അതെന്തുകൊണ്ടാണ്? കാപ്പിലറി റൈസ് ഉള്ളതാണ്. അത് എന്തിനു ഉദാഹരണമാണ്? സർഫസ് ടെൻഷൻ ഉദാഹരണം തന്നെയാണ്. കാരണം എന്താണ്? മോളിക്യൂൾ എന്തെങ്കിലും പരസ്പരം അട്രാക്ട് ചെയ്ത് ഒരെണ്ണം പോകുമ്പോൾ എന്ത് ചെയ്യും? അതിന്റെ കൂടുതൽ അട്രാക്ഷൻ കാരണം അടുത്ത് കയറി വരും. അപ്പൊ എന്ത് ചെയ്യും? ഇത് അട്രാക്ട് ചെയ്തുകൊണ്ട് അതിന്റെ താഴത്ത് കയറി വരും. അപ്പൊ എല്ലാവരും പരസ്പരം കയറി പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, വേറൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ന്യൂസ് പേപ്പർ എടുക്കുക, ഏത് പേപ്പറാണ് കുഴപ്പമില്ല, ന്യൂസ് പേപ്പർ എടുക്കുക. എന്നിട്ട് ഒരു കുറച്ച് വെള്ളത്തിന്റെ ഈ പറഞ്ഞ വെള്ളത്തിന്റെ സർഫസിൽ കൂടെ എന്ത് ചെയ്യുക? ഈ പേപ്പർ ശകലം ഡിപ്പ് ചെയ്യുക. മൊത്തം ഡിപ്പ് ചെയ്യാനല്ല, കുറച്ച് ഡിപ്പ് ചെയ്യുക. നമുക്ക് എന്ത് കാണാൻ പറ്റും? വെള്ളം ഇങ്ങനെ ആ പേപ്പറിൽ കൂടെ കയറി പോണ കാണാൻ പറ്റും. എന്തിനു ഉദാഹരണം? നേരത്തെ പറഞ്ഞ കണക്ക് ആർക്ക് ഉദാഹരണം? സർഫസ് ടെൻഷൻ ഉദാഹരണം. അതുപോലെ വേറെയും പറയാം. ഈ പറഞ്ഞ ചെടികള് വെള്ളം വലിച്ചെടുക്കൂലേ ഈ മണ്ണിൽ നിന്ന്, അത് എന്തിനു ഉദാഹരണമാണ്? കാപ്പിലറി റൈസിന് ഉദാഹരണമാണ്. കാരണം ഈ പറഞ്ഞ റൂട്ടിൽ നിന്ന് എന്ത് ചെയ്യണം? ആ പ്ലാന്റിന്റെ ഏറ്റവും മുകളിൽ ടിപ്പ് വരെ എന്ത് ചെയ്യും? വെള്ളം കയറി പോകൂലേ. എന്തിനു ഉദാഹരണം? കാപ്പിലറി റൈസിന് ഉദാഹരണമാണ്. ഓക്കെ, ഇതെല്ലാം ഇതിന്റെ ആപ്ലിക്കേഷനാണ്, സർഫസ് ടെൻഷന്റെ ആപ്ലിക്കേഷൻ ആണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോണേ സർഫസ് ടെൻഷനും ടെമ്പറേച്ചറും തമ്മിലുള്ള ബന്ധം. സർഫസ് ടെൻഷനും ടെമ്പറേച്ചറും നോക്കാം. നോക്കിയാണേ, സർഫസ് ടെൻഷൻ ടെമ്പറേച്ചർ കൂടുമ്പോൾ സംഭവിക്കും? പാർട്ടിക്കിൾസിന് എനർജി കൂടും. എനർജി കൂടി എന്ത് സംഭവിക്കും? അത് ദൂരെ ഓടാൻ തുടങ്ങും അല്ലേ. അങ്ങനെ ഓടുമ്പോൾ സംഭവിക്കും? പരസ്പരം അട്രാക്ട് ചെയ്യാനുള്ള സമയമൊന്നുമില്ല അല്ലെ. എത്ര ദൂരെ പോയി നിൽക്കാനേ ശ്രമിക്കത്തുള്ളൂ. അട്രാക്ഷൻ എനർജി അല്ലേ, ഇപ്പൊ ഓടാനേ ശ്രമിക്കത്തുള്ളൂ. അട്രാക്ഷൻ സംഭവിക്കില്ല, ഓടാനേ ശ്രമിക്കുള്ളൂ. അട്രാക്ഷൻ സംഭവിക്കില്ല. എങ്ങനെ സംഭവിക്കും? സർഫസിലുള്ള മോളിക്യൂളിനെ അട്രാക്ട് ചെയ്യാൻ ആരില്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യും? സർഫസ് ടെൻഷൻ കുറയും. ടെമ്പറേച്ചർ കൂടിയ സർഫസ് ടെൻഷൻ കുറയും. സോ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് കേട്ടാ. സർഫസ് ടെമ്പറേച്ചർ കൂടിയ സർഫസ് ടെൻഷൻ കുറയും. ഓക്കെ.
ഓക്കെ, ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഞാൻ മതിയാക്കുന്നു. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം കമന്റ് ചെയ്യുക. കൂട്ടുകാർക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൂടെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.